എന്താടോ മേന്നെ പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പറ്റൂന്ന് കേട്ട പോലെ നിക്കണേ. ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ? മേന്നെ ഡോ മേന്നെ, എന്റെ മേന്നെ താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മേന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലെന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോ ഉള്ള ഉഷാർ അങ്ങോട്ട് കാണാനില്ലല്ലോ. ദേ നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴ്ത്തിക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക, കൊടുക്കുക വാങ്ങുക, കൊടുക്കുക വാങ്ങുക. ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നീട് വരാം. ആരും ഒന്നും സംഘടിപ്പിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പവി, തറവാട്ടിലതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തിന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം. പെട്ടെന്ന് എഴുന്നള്ളണേ. നെറ്റിപ്പട്ടം കെട്ടണേ. മേന്നെ നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തിൽ കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനുമല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാൽ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ എനിക്കിന്ന് നന്നായിട്ട് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഇവിടെ കൊള്ളാക്കുന്നു.